പറയുക. ഒന്ന് ഗജേന്ദ്രമോക്ഷം. ഭഗവാൻ ആനയെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആനയെ അനുഗ്രഹിക്കാനായിട്ട് ഹരി എന്ന നാമധേയത്തോടു കൂടി അവതരിച്ചു എന്നാണ്. അപ്പൊ ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ മൃഗങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ ഇങ്ങനെ അവതരിക്കേണ്ട ആവശ്യമുണ്ടോ? ആരാണ് ഭഗവാൻ അനുഗ്രഹിക്കാനായിട്ട് എത്തിച്ചേർന്ന ആ ശ്രേഷ്ഠനായ ആന? എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവം ഉണ്ടായതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അവിടെ പറയുന്നു, അഗസ്ത്യമുനി അതുവഴി വന്നപ്പോൾ ഇദ്ദേഹം മൈൻഡ് ചെയ്തില്ല എന്നാണ്. കാരണം അദ്ദേഹം ധ്യാനത്തിലായതുകൊണ്ട് ഈ അഗസ്ത്യമുനി വന്നത് അറിഞ്ഞില്ല. നമുക്കൊരു സംസ്കാരമുണ്ട്, മുതിർന്നവരെ കണ്ടാൽ അല്ലെ ഗുരുക്കന്മാരെ കണ്ടാൽ വന്ദിക്കുക എന്നൊരു രീതിയുണ്ട്. നമ്മൾക്കൊന്നും ചെയ്യാറില്ല. നമ്മളെ പഴയ ഒരു സംസ്കാരമായിരുന്നു. മുതിർന്നവരെ കണ്ടാൽ ഒന്ന് എഴുന്നേൽക്കുക, അമ്മാവന്മാർ വരുമ്പം പതുക്കെ എഴുന്നേറ്റ് അവിടെ നിന്ന് മാറി ഒരു സൈഡിലോട്ട് മാറി നിൽക്കുക, ഇല്ലേ? ഇപ്പം അമ്മാവൻ വരുമ്പം വേണേൽ അമ്മാവൻ തറയിരുന്നാണ് അനന്തരം മോളെ ഇരിക്കും. ഇപ്പം അതാ രീതി, ഇല്ലേ? അമ്മാവോ ഇരി താഴോട്ടെന്ന് പറയും. അപ്പോൾ ആ സിസ്റ്റമാണ് ഇപ്പം നമ്മുടേത്. കാരണം നമ്മൾ മുതിർന്നവരെ ബഹുമാനിക്കാനൊന്നും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണില്ല. പണ്ട് കാലത്ത് എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുമ്പോൾ അമ്മയെ അച്ഛനൊക്കെ ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ കാല് തൊട്ട് എഴുന്നേച്ച് പോകുമായിരുന്നു. തിരിച്ചു വരുമ്പോഴും അതുപോലെ അവരുടെ പാദം നമസ്കരിച്ചിട്ടായിരുന്നു. ഇപ്പം അതൊക്കെ ആക്ഷേപമാണ്, അതൊക്കെ അടിമത്തമാണെന്നാണ് നമ്മുടെയൊക്കെ അഭിപ്രായം. ഗുരുക്കന്മാരെ നമസ്കരിക്കുക, ഗുരുക്കന്മാരുടെ പാദം കഴുകുക, അവരെ പൂജിക്കുക, മാതാപിതാക്കന്മാരുടെ പാദം നമസ്കരിക്കുക, ഇതൊക്കെ ഇന്ന് അടിമത്തത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ സംസ്കാരമായിരുന്നു. ഗുരുപരമ്പരയെ വന്ദിക്കുക. മുന്താനം തന്നെ പറഞ്ഞിട്ടുണ്ട്, സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണ് നമിക്കണം എന്ന് നമ്മെ പഠിപ്പിച്ചു. ആ സജ്ജനങ്ങളെ കാണുമ്പോൾ അവരെ ഒന്ന് നമിക്കണമെന്നും അത്ര വലിയ തെറ്റൊന്നുമായിട്ട് നമ്മുടെ സംസ്കാരം പറഞ്ഞിട്ടില്ല. കാരണം പാദസ്മരണം അല്ലെങ്കിൽ പാദസ്പർശനം അല്ലെങ്കിൽ പാദ നമസ്കാരം എന്ന് പറയുന്നത് പരിപൂർണമായ സമർപ്പണത്തിന്റെ ലക്ഷണം. അതുകൊണ്ടാണ് ഭഗവാന്റെ മുമ്പിൽ നമ്മൾ എന്തുകൊണ്ട് കൊടുത്താലും കൊടുക്കുന്നത് ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചു എന്നാ പറയുക. അല്ല ആരും പറഞ്ഞിട്ടില്ല, മണികണ്ഠപുരത്തെ മണികണ്ഠന്റെ നെഞ്ചത്ത് ഞാൻ ഒരു കൈ വെച്ചു കൊടുത്തെന്ന് പറയുമോ? ഇല്ല. അപ്പൊ അതെല്ലാം കൊടുക്കുന്നത് ഭഗവാന്റെ പാദത്തിലാണ്. കാരണം അത്ര ശ്രേഷ്ഠമാണ് ഭഗവാന്റെ പാദം. സർവം സമർപ്പിക്കാൻ കഴിയുന്നത് ഭഗവാന്റെ പാദത്തിലാണ്. അപ്പൊ അതൊക്കെ ഇന്ന് നമുക്കൊരു പരിഷ്കാരമല്ലാത്ത തോന്നി തുടങ്ങി. നമുക്കതൊക്കെ പുച്ഛമായിട്ട് തോന്നുകയും പിന്നെ ഗുരുക്കന്മാരൊക്കെ പിടിച്ചു കെട്ടിയിടുന്ന കാലമാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആ സംസ്കാരം അത്രയ്ക്കേ ഉള്ളൂ. ആ നമ്മുടെ സംസ്കാരത്തെ നമ്മൾ തമസ്കരിച്ചതിന്റെ ഫലമാണ് ഇന്ന് ആ കാണുന്നതൊക്കെ. അപ്പൊ അതുകൊണ്ട് ആ പാദ നമസ്കാരം അത്ര ശ്രേഷ്ഠമായ ഒരു ഇതാണ്. അപ്പൊ എന്താ പറയാ, ഗുരുക്കന്മാർ വരുമ്പം അവരെ ഒന്ന് എഴുന്നേറ്റ് വന്ദിക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരമായിരുന്നു. പക്ഷെ അദ്ദേഹം ധ്യാനത്തിലായതുകൊണ്ട് അന്നും അറിഞ്ഞില്ല. പക്ഷേ ഭടന്മാർ ഓടിച്ചൊന്ന് വിവരം അറിയിച്ചു. അപ്പോൾ അതുകൊണ്ട് അഗസ്ത്യമുനി ഒന്ന് ശപിച്ചു, എന്നെ കണ്ടിട്ട് അനങ്ങാതിരുന്ന നീ ആനയായി പോവട്ടെ എന്നൊരു ശാപം കൊടുത്തു എന്നാണ്. അത് അദ്ദേഹം അറിഞ്ഞില്ല. ഭടന്മാർ ഓടിച്ചൊന്ന് വിവരമൊക്കെ പറഞ്ഞു. അദ്ദേഹം വേഗം തന്നെ അഗസ്ത്യമുനിയുടെ പാദത്തിൽ ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഗുരുനാഥ ഞാൻ അറിഞ്ഞില്ല അങ്ങ് വന്നത്, അതുകൊണ്ട് പറ്റിപ്പോയതാണ്, അല്ല അഹങ്കാരം കൊണ്ടല്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എൻ്റെ നാവിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ ഒരു പരിഹാരം പറയാം, സാക്ഷാൽ നാരായണൻ നിന്നെ വന്ന് അനുഗ്രഹിക്കാൻ ഇടയാവും എന്ന് അനുഗ്രഹിച്ചു. പോരെ? ഒരു ശാപം കിട്ടിയാൽ എന്താ? സാക്ഷാൽ നാരായണൻ തന്നെ വന്ന് അനുഗ്രഹിക്കണമെങ്കിൽ ഒന്നല്ല 3 ശാപം മേടിച്ചു വെക്കാനാണെങ്കിലും തയ്യാറാണ്. അങ്ങനെ വേണമെന്ന്. കാരണം ഭഗവത് അനുഗ്രഹം കിട്ടാൻ ഇതൊരു കാരണമാകുന്നെങ്കിൽ അതൊരിക്കലും ഇതൊരു ദോഷമല്ല. ത്രികാലങ്ങളും അറിയാൻ കഴിയുന്ന ഗുരുക്കന്മാർക്ക് അങ്ങനെ അബദ്ധം പറ്റാറില്ല. പക്ഷേ ഓരോരുത്തരുടെ കർമ്മഫലം അനുസരിച്ചിട്ട് ഓരോരുത്തരെ അനുഗ്രഹിക്കുകയും നിഗ്രഹിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആ അനുഗ്രഹപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് ഈ ശപിച്ചതെന്ന് വിചാരിച്ച തൻ്റെ കർമ്മഫലം. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, ഈ പറയുകയും ഗുരുക്കന്മാരുടെ വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ പറ്റില്ല. ചിലപ്പോൾ പറയുന്നത് അബദ്ധമായിരിക്കും, പക്ഷെ എന്നാലും കാലം അതിനുവേണ്ടി തയ്യാറാകുന്ന പറയാം. ഗുരുക്കന്മാരുടെ വാക്കുകളെ സത്യമാക്കാൻ കാലം അതിനുവേണ്ടി പ്രവർത്തിക്കും. കാലം അതിനുവേണ്ടി തയ്യാറാവും. ആ വാക്കുകളെ സത്യമാക്കി വെക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ വന്ധ്യരായിട്ടുള്ളവരുടെ നാവിൽ നിന്ന് ശാപവാക്കുകളൊന്നും വീഴാൻ ഇടയാവരുത്, സൂക്ഷിച്ചോണം. എന്താ പറയാ, ഗുരുത്വമില്ലായ്മ ഉണ്ടാവരുത് എന്ന് പറയും. ഗുരുത്വക്കേട് കാണിക്കരുത്. ചിലരെ ഇവിടെ പ്രവർത്തി കാണുമ്പോൾ നമ്മൾ പറയും, എന്ത് പറയും, അവൻ്റെ അടയ്ക്ക ഉരുണ്ടു പോയതാണ് അല്ലേ? പറയാറില്ലേ? അവൻ്റെ പാക്ക് ഉരുണ്ടു പോയത്, അതാ ഇങ്ങനെ ആയിപ്പോയി. എന്താ അതിനർത്ഥം? ആ രു എന്ന അക്ഷരം ഇല്ലാതെയായി. വെറ്റിലയും അടയ്ക്കയും ദ്രവ്യവും കൂടെ ചേർത്ത് നോക്കുമ്പോൾ ഗുരുത്വം എന്ന 3 അക്ഷരത്തിന്റെ പ്രതീകമായിട്ട് പറയും. അത് പേടിക്കുമ്പോൾ ആ ഗുരു അനുഗ്രഹിക്കും. അപ്പോൾ ആ ഗുരുത്വത്തെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ആ ഗുരുത്വത്തെ സ്വീകരിക്കുന്ന അടയ്ക്ക പോയ രു എന്ന അക്ഷരം പോയിന്ന അജ്ഞാനത്തെ ഇല്ലാതെയാക്കുന്നവനാണ് ഗുരു. അപ്പോൾ ആ അജ്ഞാനം അവിടെ വീണ്ടും അതുപോലെ തന്നെ നിലനിന്ന് പോകും. അതുകൊണ്ട് അത് ചെയ്യും, അവന്റെ ജീവിതത്തിൽ അധപ്പതനം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ വലിയ കാര്യമാണ്.
6-ാം ദിവസം പറയും ഗുരുവോർ അനുഗ്രഹേണൈവാപുമാൻ പൂർണ്ണ പ്രശാന്തയെ. ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരുവൻ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. കാരണം ജ്ഞാനം നേടിയെടുക്കുമ്പോഴാണ് അവൻ പൂർണ്ണനാകുക. ബാക്കി എന്തെല്ലാം ഉണ്ടായാലും അവിടെ പൂർണ്ണത ഉണ്ടാവില്ല. എപ്പോഴാണോ ജ്ഞാനം നേടിയെടുക്കുന്നത് അപ്പോൾ മാത്രമാണ് ഒരു മനുഷ്യൻ പൂർണ്ണതയിലേക്ക് എത്തുക. ആ പൂർണ്ണതയിലേക്ക് എത്തണം അതിന് ഗുരു അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമേ സാധ്യമാവുള്ളൂ. അപ്പൊ എന്തായാലും അങ്ങനെ വേഗം തന്നെ ഇദ്ദേഹം ആനയായിട്ട് മാറി. അങ്ങനെ കാട്ടിൽ ചെന്ന് പിടിയാനകളുമൊക്കെ ആയിട്ട് നടന്നു. ആ പിടിയാനകളെയൊക്കെ ഭോഗിച്ച് ആ ഭൗതികമായ സുഖങ്ങളൊക്കെ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ട് നടന്നു. അതിൽ നിന്ന് കുറെ കുട്ടികളൊക്കെ ഉണ്ടായി. അങ്ങനെ ഒരുപാട് പിടിയാനകളും ഒരുപാട് കുട്ടിയാനകളും കൂടി. അവിടെയും രാജാവ് ഈ ആന തന്നെയായിരുന്നു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരിക്കല് ജലം കുടിക്കാനായിട്ട് അങ്ങനെ പോണ അവസരത്തിൽ ഒരു തടാകം കണ്ടു. അവിടേക്ക് ഈ ഗജശ്രേഷ്ഠൻ ആദ്യം ഇറങ്ങി ആ ജലത്തിന്റെ അവസ്ഥയൊക്കെ ഒന്ന് മനസ്സിലാക്കി. നല്ല കുടുംബത്തിൽ പിറന്ന അച്ഛന്മാരങ്ങനെ, അല്ലെ ഗൃഹനാഥന്മാരങ്ങനെ തന്നോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ഒരാപത്തും വരാതിരിക്കാൻ വേണ്ടതായ നടപടികൾ മുൻകരുതി വെക്കും. ഇല്ലേ? പണ്ടൊക്കെ ബസ്സിൽ യാത്ര ചെയ്തവർക്കൊക്കെ അറിയാം. അമ്മയും അച്ഛനും മക്കളും കൂടെ പോയാൽ ആദ്യം ബസ്സിൽ കയറുന്നത് ആരായിരിക്കും? അച്ഛൻ കയറുമോ? നമ്മളൊന്നും ബസ്സിൽ പോയിട്ടില്ലേ? പിള്ളേരെ എന്റെ സ്വാമി അങ്ങേര് കൊണ്ടുപോയിട്ട് വേണ്ടേ എവിടെയാലും? ഇല്ലേ? നല്ല അല്ലേ? പണ്ട് കാലത്ത് പോകുമ്പോ ആദ്യം അമ്മയെ കയറ്റി വിടും. എന്നിട്ട് എന്ത് ചെയ്യും? കുട്ടികളെ കയറ്റി വിടും. അമ്മ എന്തിനാ ആദ്യം കയറിയ? കയ്യെ പിടിച്ച് കയറ്റി എവിടെങ്കിലുമൊക്കെ 8-10 കാണും. എല്ലാത്തിനും കൂടെ എടുത്ത് എവിടെങ്കിലും ഒരു മൂലക്കോട്ട് തള്ളിയിടാൻ അമ്മയെ ആദ്യം കയറ്റി വിടും. അവസാനമേ അച്ഛൻ കയറും. ഇറങ്ങുമ്പോ ആദ്യം ഇറങ്ങും? അച്ഛൻ ആദ്യം ഇറങ്ങും. അച്ഛൻ ആദ്യം ഇറങ്ങിയിട്ട് പിന്നെ ആരെ വിടും? മക്കളെ ഇറക്കി വിടും. മക്കളെ കൈപിടിച്ച് ഒരു മൂലക്കോട്ട് അച്ഛൻ മാറ്റി നിർത്തും. കാരണം ഇറങ്ങുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം മറ്റൊരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി അച്ഛൻ കയ്യെ പിടിച്ച് മക്കളെ ഒരു സൈഡിലോട്ട് മാറ്റി നിർത്തി കഴിയുമ്പോ ആരിറങ്ങി വരും? നീ അമ്മ ഇറങ്ങി വന്നില്ലേലും അച്ഛന് വലിയ സങ്കടമൊന്നും ഇല്ല, വേറെ ആളിനെ കിട്ടില്ല. എന്തായാലും അതുകൊണ്ട് ഗജശ്രേഷ്ഠൻ കാണിച്ചു കൊടുക്കാണ്, വഴി കാണിച്ചു കൊടുക്കും, മാതൃക കാണിച്ചു കൊടുക്കാണ്. ആ ജലാശയത്തെ ഒരു പരിചയമില്ല. അപ്പൊ അതുകൊണ്ട് ആദ്യം പതുക്കെ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് അതിനകത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ നോക്കിക്കണ്ട് കുഴപ്പമില്ല എന്ന് ബോധ്യം വന്നപ്പോ സിഗ്നൽ കൊടുത്തു. എല്ലാവരും ഇറങ്ങി. ഈ മൃഗങ്ങളൊക്കെ ഓരോ സമയത്തും കൊടുക്കുന്ന സിഗ്നലുകൾക്ക് ശബ്ദങ്ങൾക്ക് വ്യത്യാസം. അപകടം വരുമ്പോഴും ഒക്കെ കൊടുക്കുന്ന ശബ്ദമല്ല, സ്നേഹത്തോടുകൂടി വിളിക്കണതൊക്കെ. അപ്പൊ ശബ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം. അപ്പൊ ആ ശബ്ദത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് മൃഗങ്ങൾ മനസ്സിലാക്കും. എന്തെങ്കിലും എല്ലാത്തിനെയും വിളിച്ചിറക്കി എല്ലാവരും കൂടെ അതിനകത്ത് വളരെ ഭംഗിയായ രീതിയിൽ ആഘോഷിച്ച് അങ്ങനെ താമരയൊക്കെ അതിനകത്ത് ഇപ്പുണ്ട്. അതെല്ലാം വലിച്ചു പറിച്ചു തിന്ന് അങ്ങനെ ഏകദേശം നല്ലൊരു മനസ്സ് സന്തോഷമായപ്പോ അതൊക്കെ ഓരോന്നിലൂടെ പറഞ്ഞ് കയറിക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ എല്ലാം കയറ്റി വിട്ട് കഴിഞ്ഞപ്പോ താൻ കയറാൻ നോക്കിയപ്പോ എന്തോ ഒന്ന് കാലില് ഉടക്കിയോ എന്നൊരു സംശയം. അപ്പൊ കാലൊക്കെ ഒന്ന് എടുത്ത് കുടഞ്ഞു നോക്കി. കാരണം ഇത്രയും കരുത്തനായ തന്റെ കാലിൽ ഉടക്കിയ സാധനം താൻ കാലൊന്ന് കുടഞ്ഞാലങ്ങ് പോകും. ഇങ്ങനെ പല കൊമ്പന്മാരുടെയും വിചാരം. ഞാൻ കുടഞ്ഞാൽ പോകുന്ന സാധനമൊക്കെയാണെന്നാ വിചാരം. പക്ഷെ കുടഞ്ഞാലൊന്നും ചിലപ്പോ പോകൂല. അപ്പൊ അതുകൊണ്ട് കൊമ്പന്മാരൊക്കെ സൂക്ഷിച്ചു കാലിലൊന്നും ഉടക്കാതെ. കുടഞ്ഞു നോക്കി പോയില്ല. എന്നാൽ താന് ഒന്ന് ആഞ്ഞ് കയറാം എന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ പറ്റണില്ല. തന്നെ ഓരോ സെക്കൻഡിലും എന്തോ ഒന്ന് ഈ വെള്ളത്തിലേക്ക് തന്നെ ആഴ്ത്തിക്കൊണ്ട് പോകുന്നതായിട്ട് തോന്നി. ഉടനെ സിഗ്നൽ കൊടുത്തു. തനിക്ക് അപകടം പറ്റിയുന്ന പിടിയാനകളെല്ലാം കൂടി വന്ന് വളരെ ശക്തമായ രീതിയിൽ തൻ്റെ പ്രാണനാഥനെ പിടിച്ച് കയറ്റാനായിട്ട് നോക്കി. പക്ഷെ പിടിയാനകൾക്കും അതിനെ കയറ്റാനായിട്ട് സാധിച്ചില്ല. അവസാനം പിടിയാനകളൊക്കെ പിടിവിട്ടു. അതും കൊമ്പന്മാർ ഓർത്തോണം, എന്നും പിടി കൂടെ കാണത്തില്ല. പിടി ഇച്ചിരി കഴിയുമ്പോൾ പിടിയൊക്കെ അങ്ങ് അവസാനമാണ് കൊമ്പന് മനസ്സിലായത് എന്ത്? തന്നെ രക്ഷിക്കാൻ ഈ ഭൂമുഖത്ത് വേറെ ആരും ഇല്ല. കാരണം താൻ ഓരോ സെക്കൻഡിലും ഇതിലേക്ക് ആഴ്ന്നു പോകുമ്പോൾ തന്റെ ജീവൻ അപകടത്തിലാവുന്ന നിമിഷത്തിൽ താൻ ഇത്രയും നാളും സംരക്ഷിച്ചു കൊണ്ട് നടന്ന ഒരുത്തർക്കും തന്നെ രക്ഷിക്കാനാവില്ല എന്ന് ബോധ്യം വന്നപ്പോഴാണ് ഉള്ളില് ആ ഈശ്വര ചിന്ത ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ നീണ്ടു നിവർന്ന് കിടക്കുമ്പോഴാണ് ചിന്തിക്കുന്നത്, ഞാൻ ഇത്രയും കാലം എന്തിനാ ഇവിടെ ജീവിച്ചത്, എന്താ ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന്.
കിടക്കുമ്പം ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ല, നടക്കുമ്പം ചിന്തിക്കണം. നടക്കാൻ ത്രാണിയുള്ളപ്പം ഗുരുവായൂർ കേശവൻ നെറ്റിപ്പട്ടം കെട്ടിയിട്ട് ഇറങ്ങി വരുന്ന പോലെ നമ്മുടെ അവിടെ. അപ്പോൾ മൊത്തത്തിൽ അങ്ങോട്ട് ഒരു വിരിച്ചൊരു പിടിയുണ്ട്. പിന്നെ ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കയ്യിലുണ്ടെങ്കിൽ പറയവേ വേണ്ട. പിന്നെ നമുക്ക് ആരുടെയും വേണ്ട, അയൽവക്കക്കാരെയും വേണ്ട, മണികണ്ഠപുരത്തെ മണികണ്ഠനെയും വേണ്ട, ബന്ധക്കാരെയും വേണ്ട, സ്വന്തക്കാരെയും വേണ്ട. ഞാനും കട്ടിലേക്ക് കയറി ഒരു കിടപ്പ് കിടക്കും കുറെ കഴിയുമ്പോൾ. അന്നേരം അവിടെ കിടന്നിട്ട് പണ്ടൊക്കെയാണെങ്കിൽ കഴിക്കോലൊക്കെ എണ്ണായിരുന്നു. എത്ര എണ്ണം ഉണ്ടത്? ഇപ്പൊ കഴിക്കോൽ എണ്ണാനില്ല, എല്ലാം വാർക്കയായതുകൊണ്ട് ഒന്നും എണ്ണാൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ മുകളിലോട്ട് നോക്കി കിടക്കാനേ പറ്റൂ. അന്നേരം അവിടെ കിടന്നുകൊണ്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇത്രയും കാലം ഞാൻ കാട്ടിക്കൂട്ടിയതൊക്കെ ആർക്കു വേണ്ടിയിട്ടായിരുന്നു, എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ചിന്തിച്ചു വരുമ്പോഴത്തേക്ക് കാലം കഴിഞ്ഞു പോകും. നമുക്ക് പാഠമരളി തരിക. നമ്മുടെ പ്രവർത്തികള് നമുക്ക് തന്നെ വിനയായി തീരരുത്. ഇന്ന് വൈകുന്നേരം വീട്ടിൽ ചെന്നിരുന്ന് ആലോചിക്കണം, ഇത്രയും കാലം എനിക്ക് 60 അല്ലെ 70 അല്ലെ 80, ഇത്രയും കാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് എന്തു ഗുണമാവുണ്ടായത് എന്ന് ഒന്ന് ചിന്തിച്ചിട്ടേ കിടന്നുറങ്ങാവൂ. എന്ന് എന്തെങ്കിലും ഒരു പ്രയോജനം ആർക്കെങ്കിലും തന്നെ കൊണ്ട് ഉണ്ടായിട്ടുണ്ടോ? അതോ തന്നെ കൊണ്ട് മറ്റുള്ളവർക്ക് ദ്രോഹമാണോ ഉണ്ടായിട്ടുള്ളതോ എന്ന് ഒന്ന് ചിന്തിക്കണം. അങ്ങനെ താൻ ചെയ്ത പ്രവർത്തികളൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് അതിൽ തെറ്റുണ്ടെന്ന് തോന്നിയാൽ നമ്മൾ സമ്മതിക്കൂല ഞാൻ ചെയ്തത് തെറ്റാണ്. ഓ നമ്മൾ അങ്ങോട്ട് വണ്ടി കൊണ്ടിടിപ്പിച്ചിട്ട് 6 വരെ കയറും. ഒരു വണ്ടിയെ ചെന്ന് നമ്മൾ ഇടിച്ച് കയറ്റിയിട്ട് ആരോടായിരിക്കും നമ്മൾ ഉടക്കണത്? എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നതെന്ന് ഇല്ലേ? മറ്റവന്റെ മണ്ടയ്ക്ക് നമ്മളെ കുറ്റം ഏൽപ്പിക്കാൻ നോക്കും. അതായത് നമ്മൾ തെറ്റുകൾ സമ്മതിക്കാൻ വിമുഖത കാട്ടുന്നവരാണ്. തെറ്റ് ചെയ്തുവെങ്കിൽ അത് തെറ്റാന്ന് അംഗീകരിക്കാനും, അതൊരാളോടാണ് ചെയ്തതെങ്കിൽ അവനോട് ചെന്നത് മാപ്പ് ചോദിക്കാനുമുള്ള മാനസികമായ അവസ്ഥ, അല്ലെ അതിന് തക്കതായ ഒരു മനസ്സ് നമുക്കുണ്ടാവണം. തെറ്റുപറ്റിയെന്ന് ബോധ്യപ്പെട്ടാൽ ആ വ്യക്തിയോട് ചെന്ന് മാപ്പ് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അവിടെ നമ്മൾ താഴെ പോവല്ല ചെയ്യാൻ, നമ്മൾ മുകളിലേക്ക് ഉയരുകയാണ് ചെയ്യുക. പക്ഷെ നമ്മൾ ചോദിക്കില്ല. കാരണം നമുക്ക് അഭിമാനത്തിന്റെ പ്രശ്നം. ഞാൻ എന്തിനവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം എന്നാണ് നമ്മുടെ ചോദ്യം. നാളെ നീ വഴിയിൽ വീണ് കിടന്നാൽ നീ എന്തിനവന്റെ മുമ്പിൽ ചെന്ന് നിൽക്കണം എന്ന് ചോദിച്ചവനായിരിക്കും ചിലപ്പോൾ നിന്നെ പൊക്കിയെടുത്ത് കൊണ്ടിടുന്നതല്ലേ. ഒരു തുള്ളി വെള്ളം അന്നേരം നാവിലേക്ക് ഇറ്റ് വീഴിക്കണത് അവനായിരിക്കും. പറന്നു പോകരുത്. പണ്ടുള്ളവർ പറയില്ലേ, പറന്നു പോകുന്ന കാക്ക പോലും നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു സമയം വരും. ഇല്ലേ? വരുവോ ഇല്ലയോ? ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ? പണത്തിന്റെ അഹങ്കാരത്തില്, ജോലിയുടെ അഹങ്കാരത്തില്, സ്ഥാനമാനങ്ങളുടെ അഹങ്കാരത്തില്, തൻ്റെ മുൻപിൽ വരുന്നവരൊക്കെ തന്നേക്കാൾ ചെറിയവരാണല്ലേ, കുറഞ്ഞവരാണെന്നുള്ള ചിന്താധാരയിൽ നമ്മൾ ആരെയെല്ലാം മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലേ? തനിക്ക് അർഹതയില്ലാത്തത് എന്തെല്ലാം താൻ അവരിൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അധർമ്മത്തിന് വഴിവെച്ചു കൊടുത്തുകൊണ്ട് ചിന്തിച്ചിട്ടുണ്ട്. സത്യവും ധർമ്മവും വിട്ടിട്ട് താൻ എന്തെല്ലാം നേടിയെടുത്തിട്ടുണ്ട് ഈ ഭൂമിയിൽ നിന്ന് എന്തൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. തനിക്ക് അർഹമില്ലാത്തത് എന്തെങ്കിലും താൻ സമ്പാദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സന്തതികൾക്ക് പോലും ഉതകില്ല. ഭാഗവതം പറയും, ധർമ്മത്തിൽ സമ്പാദിച്ചതാണെങ്കിൽ ഒരു തലമുറയ്ക്ക് അല്ലെ ഒരു തലമുറയ്ക്ക് പോലും ഒതുങ്ങൂല. നമ്മുടെ ജീവിതം ധാർമ്മികമാണോ അതോ അധാർമികമാണോ എന്ന് സ്വയം വിലയിരുത്തേണ്ടത് ആവശ്യം. എന്തായാലും ഗജശ്രേഷ്ഠനൊപ്പം പൂർവജന്മത്തിന്റെ സുഹൃതം കണ്ടുള്ളിൽ തോന്നി. സാക്ഷാൽ നാരായണനെ സ്മരിക്കാൻ തോന്നി. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു, ഗോവിന്ദ മുകുന്ദ ആനന്ദ അഖിലാധാര, നീ അല്ലാതെ ഈ സംസാരാർണവത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ വേറെ ആരുമില്ല. ഇത്രയും കാലം ഞാൻ വിചാരിച്ചത് ഇവരൊക്കെ എന്റെ കൂടെ ഉണ്ടാവുന്ന, പക്ഷെ ഇവരാരും തനിക്കൊരു അപകടം വന്നപ്പോ തന്നെ കരകയറ്റാൻ ഇല്ലാതെയായി. ഇനിയും എനിക്കുള്ള ആശ്രയം നീ മാത്രമാണ് ഭഗവാനെ. അതുകൊണ്ട് ഈ ആർണവത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണം.
കൊടുക്കാനൊന്നും കയ്യിലില്ല. നോക്കിയപ്പോൾ താമരപ്പൂ നിൽക്കണമെന്നുണ്ട്. അത് വലിച്ചു പറിച്ചു ഭഗവാന്റെ പാദത്തിലാന്ന് വച്ച സമർപ്പിച്ചു. ആ ഒരൊറ്റ വിളി മതിയായിരുന്നു ഭഗവാൻ തന്റെ ഭക്തന്റെ മുമ്പിലെത്താൻ. നമ്മൾ ഇന്നലെ എന്താ തോന്നുന്നു, നമ്മൾ പറഞ്ഞു ആർത്തിയോടെയുള്ള ആർത്തനായിട്ടുള്ള വിളിയാണ് ഭഗവാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ആർത്തി തീർക്കുന്ന നാരായണൻ ആർത്തനായിട്ട് ആരാണോ വിളിക്കുന്നത് അവന്റെ മുമ്പിൽ വളരെ വേഗത്തിൽ ചെന്നെത്തും. ക്ഷീണനായിട്ടുള്ളവൻ ആരാന്ന് വെച്ചാൽ അവന്റെ കൂടെയാണ് ഭഗവാൻ ഉണ്ടാവുക. നമുക്ക് തോന്നും ഒരു 50 ലക്ഷത്തിന്റെ സാധനം കൊണ്ട് ഗുരുവായൂരപ്പന് കൊടുത്താൽ ഗുരുവായൂരപ്പൻ എന്റെ കൂടെ വരുന്നു, അങ്ങനെ തിരിഞ്ഞു പോലും നോക്കൂല. നിന്റെ തൊട്ടരികില് ഒരു നേരത്തെ അന്നത്തിന് ബുദ്ധിമുട്ടി അല്ലെ കയറി കിടക്കാൻ ഒരു ഇടമില്ലാതെ നിന്റെ തൊട്ടടുത്ത് കിടക്കുമ്പോ നീ ഇവിടുന്ന് 50 ലക്ഷത്തിന്റെ അവിടെ കൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യവും ഇല്ല. അതേസമയം നീ അവന് കയറി കിടക്കാൻ ഒരിടമുണ്ടാക്കി കൊടുത്താൽ അതാണ് എന്നും നിലനിൽക്കുക. അവിടെയാണ് ഈശ്വരൻ കൂടെ ഉണ്ടാകുക. ആർത്തനായിട്ടൊരുവനെ ആരാണോ സംരക്ഷിക്കാൻ തയ്യാറാവണത് അവന്റെ കൂടെ ഉണ്ടാവും ഈശ്വരൻ. അല്ലാതെ 1 കോടിയുടെ 50 ലക്ഷത്തിന്റെ ഒക്കെ കൊണ്ട് ഗുരുവായൂരപ്പന്റെ മുമ്പിൽ കൊണ്ടുവച്ചാൽ ഗുരുവായൂരപ്പന്റെ അവിടെ നിൽക്കുന്നവർ തന്നെ അടിച്ചോണ്ട് ഇപ്പൊ തന്നെ കണക്കില്ലെന്ന് പറഞ്ഞു കേട്ടു. എവിടൊക്കെ എത്രയൊക്കെ പോയിട്ടുണ്ട്. കാലങ്ങളായിട്ട് ഓടിട്ടില്ലാത്രേ. ചിന്തിച്ചു നോക്കൂ, നമ്മൾ തന്നെ വരുത്തി വെക്കുന്ന വിനയാ ഇല്ലേ? 12 കോടിയുടെ മറ്റേ ഇപ്പൊ ഗുരുവായൂരപ്പന്റെ കാണാത്തെ. ചെട്ടികുളക്കരെ അമ്മയുടെയും അടിച്ചുകൊണ്ട് പോയി, അയ്യപ്പന്റെ മൂടോടെ അടിച്ചുകൊണ്ട് പോയി, അയ്യപ്പനെ കൂടെ അടിച്ചോണ്ട് പോയി. ചിന്തിച്ചു നോക്കൂ, നമ്മൾ വരുത്തി വെച്ച വിനയ. പറയാതിരിക്കാൻ നിവർത്തിയില്ല. ഹിന്ദു എന്ന് പറയുന്ന ചിന്തിക്കാൻ കഴിവില്ലാത്ത വർഗം കാണിച്ചു വെച്ച ഫലത്തിന്റെ പരിണിത ഫലമാണ് ഇപ്പൊ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. ഇത്രയും കോടിയുടെ ആസ്തിയുള്ള ഗുരുവായൂരപ്പൻ എന്തിനാ പിന്നെ ഒരു 50 ലക്ഷത്തിന്റെ സാധനം? തൊട്ടടുത്ത് ദീപം കൊളുത്താൻ വഴിയില്ലാതെ കിടക്കുന്ന ക്ഷേത്രത്തിലേക്ക് ഒരു 5 രൂപയുടെ എണ്ണ മേടിച്ചു കൊടുക്കത്തില്ല. കാരണം പേരും പ്രശസ്തിയും കിട്ടത്തില്ല. ഇതാകുമ്പോ പത്രത്തിൽ പടം വരും, വാർത്ത വരും, 4 പേര് അറിയും. അപ്പൊ ഞാൻ വലിയ കേമനായി എന്ന ധാരണയാ. വിഡ്ഢിത. മനസ്സിലാവുന്നുണ്ടോ ആവോ? അപ്പൊ അതുകൊണ്ട് ഈശ്വരന്റെ മുൻപിൽ അവൻ എത്ര കോടിയുടെ മുതലെന്റെ മുമ്പിൽ കൊണ്ടുവച്ചു എന്നല്ല. 6-ാം ദിവസം പറയില്ലേ, ഭക്തിയോടുകൂടി ഒരിലയോ ഒരു പുഷ്പമോ ഒരിറ്റു വെള്ളമോ ഏതൊരുവനാണോ എനിക്ക് തരുന്നത് അത് അപ്പൊ തന്നെ ഞാൻ ഭുജിക്കും. അല്ലാതെ ഭക്തിയില്ലാത്തവൻ ത്രൈലോക്യങ്ങൾ എന്റെ മുൻപിൽ കൊണ്ടുവച്ചാലും ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന വാക്കാണ്. പിച്ചയെടുത്തു കൊണ്ടുവന്ന് അവിലും കൊണ്ടുവന്ന സുധാമാവിനോട് പറഞ്ഞ വാക്കാണ്. ഭക്തിഹീനന്മാർ ത്രൈലോക്യം എന്റെ മുമ്പിൽ കൊണ്ടുവച്ചാലും ഞാൻ തിരിഞ്ഞു പോലും നോക്കില്ല. ഒന്ന് ചിന്തിച്ചോളൂ, നമ്മളൊക്കെ കൊണ്ടു കൊടുത്തത് ഭഗവാൻ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ നമ്മൾ എന്തൊക്കെയോ ചെയ്തു പോണു ഇല്ലേ? ആലോചിച്ചു. കൊടുക്കുന്നത് എന്തെന്നുള്ളതല്ല, എങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത്. എത്ര ഉണ്ടാന്നുള്ളതല്ല, ഏതവസരത്തിൽ കൊണ്ട് കൊടുത്തു എന്നുള്ളതാണ്. ഇല്ലായ്മയിലും വല്ലായ്മയിലും ആണെങ്കിലും ഭഗവാന്റെ മുൻപിലേക്ക് ഭക്തിയോടുകൂടി സമർപ്പിച്ചാൽ അത് ഭഗവാൻ പരിപൂർണമായ തൃപ്തിയോടുകൂടി ഭഗവാൻ അതിനെ സ്വീകരിക്കും. തന്റെ ആഢ്യത്വം കാണിക്കാൻ കൊണ്ട് കൊടുത്താൽ തിരിഞ്ഞു പോലും നോക്കൂല. ഭഗവാന് ആഢ്യത്വം ഇഷ്ടമല്ലാത്ത ആളാണ്. അതുകൊണ്ട് പേരും പ്രശസ്തിക്കും വേണ്ടിയിട്ടൊന്നും എങ്ങും കൊണ്ട് കൊടുക്കരുത്. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാലം കഴിഞ്ഞു. ഇനിയും ഇത്തരത്തിൽ കോടികൾ ആസ്തിയുള്ള ക്ഷേത്രങ്ങളിൽ ഇനിയും കൊണ്ടിട്ട് കൊടുത്ത് വെക്കാനും മുടിക്കാനും കൊടുക്കേണ്ട കാര്യമുണ്ടോ
എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട വിഷയമാണ്. 10-12 കൊല്ലമായിട്ട് നമുക്ക് കഴിഞ്ഞോ ഇവിടെ ഒരു നിത്യപൂജ വയ്ക്കാൻ? കഴിഞ്ഞോ? എന്തേ പറ്റിയില്ല? നമുക്ക് മാസത്തിൽ 4 ദിവസമായിട്ട് ഒതുങ്ങിയത് എന്തുകൊണ്ട്? അന്നേരവും നമ്മൾ പോവാ കൊണ്ടു കൊടുക്കാൻ ഇല്ലേ? ചിന്തിക്കൂ നിങ്ങൾ. ഞാൻ പറയുന്നത് തെറ്റാണ്, നിങ്ങൾക്ക് എന്നെ ചീത്ത വിളിക്കാം, ഒരു വിഷമം വിചാരിക്കേണ്ട കാര്യത്തിൽ. നമുക്ക് നാടിന് ചൈതന്യമായി നിൽക്കുന്ന ഈ ചൈതന്യ സ്വരൂപത്തിന് നിത്യം ഒരു വിളക്ക് കൊളുത്താനോ നിത്യം ഒരു നേരമെങ്കിലും ഒരു അന്നം കൊടുക്കാൻ നമ്മൾ മെനക്കെടാതെ മറ്റുള്ള വലിയ വലിയ പ്രശസ്തിയേറിയ ക്ഷേത്രങ്ങളിൽ കൊണ്ട്, കോടികളുടെ ആസ്തിയുള്ള ക്ഷേത്രങ്ങളിൽ കൊണ്ട് കൊടുത്തിട്ട് എന്ത് നേട്ടം കിട്ടാൻ? ചിന്തിക്കുക. ക്ഷേത്രത്തിന് കൊടുക്കണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്ന അർത്ഥം. പക്ഷേ ഇതുപോലെ കുമിഞ്ഞു കൂടുമ്പോൾ കക്കാനും ആള് കൂടും. അതിന് ഇന്നാരെന്നൊന്നും ഇല്ല, എല്ലാവരും കൂടും. മുക്കാനും കക്കാനും എല്ലാവരും കൂടും. അതുകൊണ്ട് ഇനിയെങ്കിലും കുറെ വിഡ്ഢികളാവാൻ നിൽക്കാതെ ഇനിയെങ്കിലും കുറെ ചിന്തിച്ച് കാര്യങ്ങളെ ചെയ്യാം. ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞില്ലേ പിന്നെ വേറെ ആരും പറയാനില്ല. അതുകൊണ്ടാണ് ഇത്രയൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. എന്നെ തല്ലണ്ടമ്മാവാ ഞാന് എന്ന ഭാവത്തിലാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. ദുശാസനൻ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടത്തുമ്പോ ഒരുപാട് വിളിച്ചു പറഞ്ഞു, കൃഷ്ണ എന്നെ ഒന്ന് രക്ഷിക്കണേന്ന്. ഭഗവാൻ വന്നോ? വന്നില്ല. അവസാന നിമിഷം ഭഗവാൻ എത്തി ദ്രൗപദിയെ രക്ഷിക്കണത്. ഇതെല്ലാം കഴിയുമ്പോൾ ചോദിക്കണ്ടേ, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ദ്രൗപദി. ശ്രദ്ധിച്ചു കേൾക്കേണ്ട ഒരു വിഷയം. ഭഗവാന് തന്റെ ഭക്തരിൽ വെച്ച് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ദ്രൗപദി. ദ്രൗപദിയുടെ മുടിയുടെ പോലും കൃഷ്ണ എന്ന് ജപിക്കുന്ന പറയുന്നത്. അത്രമാത്രം ഭഗവാനെ നെഞ്ചിലേറ്റിയവളാണ് ദ്രൗപദി. ആ ദ്രൗപദിക്ക് ഇത്രയും വലിയൊരു അവസ്ഥ ഉണ്ടായപ്പോ ഭഗവാൻ അവിടെ ചെല്ലാൻ താമസിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോ ചോദിച്ചെന്നാലും എന്റെ കണ്ണാ, നീ എന്നെ ഇത്രമാത്രം വിഷമിപ്പിച്ചല്ലോ. പറഞ്ഞു, കൃഷ്ണേ നീ ആദ്യം എന്നെ വിളിച്ചതെങ്ങനെ? ദ്വാരകാനാഥനായ കൃഷ്ണ, കമലാനാഥനായ കൃഷ്ണ എന്നൊക്കെയാ വിളിച്ചേ. അവിടുന്നൊക്കെ ഓടി വരാൻ സമയം എടുക്കും. പിന്നെയോ നിനക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. നിന്റെ ഒരു കൈ നിന്റെ വസ്ത്രത്തിലുണ്ടായിരുന്നു, പിടിച്ചു മുറുക്കി പിടിച്ചിരുന്നു ഇവൻ അഴിച്ചുകൊണ്ട് പോവാതിരിക്കാൻ. അപ്പൊ നിനക്കൊരു തോന്നലുണ്ടായിരുന്നു ഞാൻ പിടിക്കുന്നിടത്ത് നിൽക്കും. ദുശാസനൻ അങ്ങനെ എത്ര പെട്ടെന്നൊന്നും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനൊന്ന് മുറുക്കി പിടിച്ചാൽ ഇവിടെ നിൽക്കുന്നത് നിനക്കൊരു ധാരണയുണ്ടായിരുന്നു. ആ ധാരണയിൽ നിന്റെ ഒരു കൈ നിന്റെ വസ്ത്രത്തിലാന്നിട്ട് ഒരു കൈ കൊണ്ടാ നീ എന്നെ വിളിച്ചത് ഇല്ലേ? പക്ഷെ പിന്നെ നിനക്ക് ബോധ്യം വന്നു നിന്റെ ഹൃദയത്തിൽ തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ഹൃദയവാസിയായ കൃഷ്ണ എന്ന് വിളിച്ചു എന്ന് മാത്രമല്ല, വസ്ത്രത്തിലെ പിടിയും വിട്ട് 2 കൈയും പൊക്കിയാ നീ വിളിച്ചത് ആർത്തയായിട്ട്. എന്റെ ബലം കൊണ്ടൊന്നും ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, നിന്റെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധ്യമാവൂ എന്ന ബോധം നിന്റെ ഉള്ളിൽ ഉദിച്ചപ്പോ ഞാൻ എത്തി. നമ്മൾ ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടാ വിളിക്കണേ, എന്റെ കൈ പിടിച്ച് കിട്ടുമെന്ന് ചുമ്മാ. അതുകൊണ്ട് ആർത്തനായിട്ട് ആര് വിളിക്കണമോ, എവിടെയാണോ ഭക്തന്റെ കണ്ണ് നിറയണത്, എവിടെയാണോ ഭക്തന് വേറെ ശരണമില്ലാതെ വരുന്നത്, അവിടെ ഭഗവാൻ വരും. അപ്പൊ ഇനി ഒന്നുകൂടി ചിന്തിക്കുക, നമ്മൾ ഭക്തരാണോ? നമ്മളെ കാണിച്ചു കൂട്ടുന്നതൊക്കെ ഭക്തിയുടെ ലക്ഷണമാണോ എന്നൊക്കെ നമ്മൾ ഒരുപാട് ചിന്തിക്കണം. ഏകാദശ സ്കന്ധത്തിൽ ഭഗവാനോട് ഭക്തരുടെ ലക്ഷണം ചോദിക്കും. അപ്പൊ പറയുന്നുണ്ട്, ചില നേരത്ത് പാട്ടുപാടും, ചില നേരത്ത് പൊട്ടനെ പോലെ കളിക്കും, ചില നേരത്ത് മാറിയിരുന്ന് കരയും, ചില നേരത്ത് നൃത്തം ചെയ്യും. ഇങ്ങനെയുള്ളവരെ കണ്ടാൽ നമ്മളെന്താ വിളിക്കും?
ഇപ്പം ഞാൻ ചില നേരത്തിരുന്ന് കരയുക, ചില നേരത്തിരുന്ന് ഡാൻസ് കളിക്കുക, ചില നേരത്ത് അവിടെ മാറിയിരുന്ന് പൊട്ടിച്ചിരിക്കുക. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ എന്നെ എന്തായിരിക്കും വിളിക്കുക? സ്വാമിക്ക് എന്താ പറ്റിയെന്ന് പറയും, വട്ടായെന്ന് പറയും അല്ലേ? പക്ഷെ യഥാർത്ഥ വട്ട് നമുക്കാ. സ്വാമിയുടെ മനസ്സിന്റെ നില തെറ്റിയെന്ന് പറയുന്ന, മനസ്സിന്റെ നില തെറ്റിയത് നമ്മളാ. എന്താ കാരണം? സന്തോഷം വരുമ്പം അമിതമായി ആഘോഷിക്കുകയും ദുഃഖം വരുമ്പം അമിതമായി അതിൽ ആഴ്ന്നും പോകുന്നുവെങ്കിൽ അത് മനസ്സിന്റെ നില തെറ്റിയവന്റെ അവസ്ഥയാണ്. സുഖദുഃഖാദികളെ സമമായി കാണാനുള്ള ബുദ്ധിയില്ല എങ്കിൽ അവന്റെയാണ് നില തെറ്റിയ മനസ്സ്. പിടികിട്ടുന്നുണ്ടോ? അത് ഭക്തന്റെ ലക്ഷണം. കാരണം ഭഗവാനെ ഒരു നോക്ക് കണ്ടില്ല എങ്കിൽ ഭക്തന്റെ കണ്ണ് നിറയും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ ഇവിടുത്തെ 3 ദിവസമായി. ഈ 3 ദിവസത്തില് 3 ദിവസവും ഉച്ചയ്ക്കും വൈകുന്നേരവും വരാത്ത ആൾക്കാർക്ക് എന്തെങ്കിലും സങ്കടമുണ്ടോ? ഉണ്ടോ? എനിക്കതൊന്ന് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ നാരായണ, അല്ലെ നിന്റെ പാദം ഒന്ന് കാണാൻ കഴിഞ്ഞില്ലല്ലോ നാരായണ, അല്ലെ നിന്റെ ആ നാമം ഒന്ന് കേൾക്കാൻ കഴിഞ്ഞില്ലല്ലോ നാരായണ, നമുക്ക് സങ്കടമുണ്ടോ? അതങ്ങ് കഴിഞ്ഞ് അടുത്ത വർഷവും വരും, അല്ലെ അപ്പുറത്തെ അമ്പലത്തിൽ വരും, അന്നേരം പോയി കേൾക്കും. പിന്നെ അല്ല, നമുക്കെന്താ സങ്കടമുള്ളത്? ഇവിടെ അയ്യപ്പന് ദിവസം നേദ്യം കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് സങ്കടമല്ലോ ഉണ്ടോ? ഒരു സങ്കടമില്ല. നമ്മൾ സുഭിക്ഷമായിട്ട് അടിക്കുന്നുണ്ട് 3 നേരത്തിന് 5 നേരം. പിന്നെ ഇനി അയ്യപ്പൻ കഴിച്ചാൽ എന്താ, കഴിച്ചില്ലേ എന്തോ? ഇല്ലേ? ശരിയാണോ ഞാൻ പറയണേ? ആണോ? ചോദിച്ചു. അപ്പൊ ഇത്തരത്തിൽ ഭക്തന് സങ്കടമുണ്ടാവണം. ഈ സിനിമയിലാണോ മറ്റോ എന്തോ ഒരു ഇത് കണ്ടിരുന്നു, ഒരു ചെറിയൊരു ഇത് കണ്ടിരുന്നു ഞാൻ. യാതൊരുവിധ വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു വേടനാണ് ആള്, ഭക്തൻ. അപ്പൊ ഒരു ശിവലിംഗം ഉണ്ട്. ആ ശിവലിംഗത്തില് 2 കണ്ണ് തെളിഞ്ഞു വന്നു. അപ്പൊ ഈ അവിടെയുള്ളവരെ തമ്പുരാക്കന്മാര് ശിക്ഷിക്കണത് കണ്ടപ്പോ ശിവന്റെ കണ്ണിൽ കൂടി കണ്ണുനീരിന് പകരം രക്തം ഒഴിക്കാൻ തുടങ്ങി, താഴോട്ടൊഴിക്കാൻ തുടങ്ങി. ഭഗവാന്റെ കണ്ണിന് എന്തോ പറ്റിയതാണെന്ന് വിചാരിച്ചിട്ട് തന്റെ സ്വന്തം കണ്ണ് കുത്തിയെടുത്ത് ഒരു കണ്ണ് കൊടുത്തു. അപ്പൊ നോക്കിയോ, മറ്റേ കണ്ണിൽ നിന്ന് എന്ത് വരുന്നു? രക്തം വരുന്നു. ഷോ, എന്റെ ഭഗവാന്റെ കണ്ണിൽ മറ്റേ കണ്ണിൽ നിന്ന് രക്തം വരുന്നു, അതൊന്ന് നിർത്താൻ എന്താ വഴി? അതുകൊണ്ട് രക്തം വരാത്ത എന്റെ 2ാമത്തെ കണ്ണും ഭഗവാനെ നിനക്ക് ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് കണ്ണ് ചുഴിയാൻ നോക്കി ആലോചിച്ചപ്പോഴോ, ആ കണ്ണും പോയാൽ പിന്നെ എവിടെ കൊണ്ട് വെക്കണ്ടെന്ന് അറിയില്ലല്ലോ. എന്നിട്ട് ഭഗവാനോട് ഒരു പ്രാർത്ഥനയുണ്ട്, ഭഗവാനെ നിന്റെ ആ 2ാമത്തെ കണ്ണിരിക്കുന്നിടത്ത് ഞാൻ എൻ്റെ കാലൊന്ന് വെക്കുവാ. എന്തിനാണെന്നറിയാമോ? ഈ കണ്ണ്, എൻ്റെ 2ാമത്തെ കണ്ണ് എടുത്തു കഴിയുമ്പോൾ എനിക്ക് കണ്ണ് കാണില്ല. അപ്പൊ കണ്ണൊന്ന് പിടിച്ച് അമ്പ് കൊണ്ട് വേണം ചുഴറ്റി എടുത്തത് വെക്കാനായിട്ട്. അതുകൊണ്ട് എൻ്റെ വിരല്, കാലിന്റെ വിരല് ഞാൻ അങ്ങോട്ടൊന്ന് വെക്കുകയാണ്, നീ പരിഭവിക്കൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ കണ്ണൂടെ തുറന്നെടുത്ത് ആ കാല് വെച്ചെടുത്ത് കൊടുത്തു. അപ്പൊ എന്നിട്ട് പുള്ളി ഒന്ന് പറയണ്ടേ, ഇപ്പൊ എനിക്ക് സന്തോഷം. എന്താ കാരണം? ഇനി ഭഗവാൻ കരഞ്ഞാലും ഞാൻ കാണുന്നില്ലല്ലോ. എന്റെ ഭഗവാൻ കരയുന്നത് കാണാൻ എനിക്ക് വയ്യ, അതുകൊണ്ട് ഇപ്പൊ ഞാനത് കാണുന്നില്ല, ഇപ്പോഴാണ് ഞാൻ സുഖിയായത്. അതാണ് ഭക്തൻ. തനിക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എന്റെ ഭഗവാൻ ഒരിക്കലും ദുഃഖമുണ്ടാവരുത്. നമ്മൾ ഭഗവാൻ എത്ര കളഞ്ഞാലും വേണ്ടില്ല, എനിക്കൊരു കുഴപ്പവും ഉണ്ടാവരുത് എന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ്, അല്ലേ? എന്തുകൊണ്ടായാലും ഇങ്ങോട്ട് പോന്നോട്ടെ, അല്ലേ? പണ്ട് പറയും ഏറ്റുമാനൂരപ്പൻ ഇരിക്കണ ഇങ്ങനെയാണ്. പണ്ട് പറഞ്ഞ ഇങ്ങനെയാണ് ഇരിക്കുക. പണ്ട് പറഞ്ഞിട്ടുണ്ട് ഏറ്റുമാനൂരപ്പൻ പറയുന്നത്, ഇങ്ങോട്ട് തന്നാൽ ഞാൻ അങ്ങോട്ട് തരാമെന്ന്. അത് പറഞ്ഞ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഇങ്ങോട്ട് തന്നാൽ അങ്ങോട്ട് തരാം, ഒരു കണക്കിന് ശരിയായിരിക്കാം. എന്താ അങ്ങോട്ട് കൊടുക്കണ്ടേ? തനിക്കുള്ളത് എന്താണോ അത് അങ്ങോട്ട് കൊടുക്കാം. എങ്ങോട്ടാ കൈ വെച്ചേക്കുന്നത്? താഴേക്കാ. എവിടേക്കാ കാണിച്ചത്? ഭഗവാന്റെ പാദത്തിലേക്കാ. അപ്പൊ നിന്റെ എന്താണോ നിനക്ക് അഭിമാനം തോന്നുന്ന വസ്തു അത് എന്റെ പാദത്തിൽ വെച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിച്ചോളാം. വര അഭയ മുദ്ര എന്നായി പറയുക. അപ്പൊ അഭയം
തേടുന്നവന് മാത്രമേ എന്തുള്ളൂ? വരമുള്ളൂ. എന്താ അഭയം? ഭയമില്ലാത്ത അവസ്ഥ. ഭയമുണ്ടാവാതെ ഇരിക്കുക. എന്തിന്? ഒന്നിനോട്. നമുക്കൊക്കെ ഭയ ഇല്ലേ? നമ്മുടെ ഏറ്റവും വലിയ ഭയം എന്താ? നമുക്കുള്ള ഏറ്റവും വലിയ ഭയം എന്താ? ഒന്നും മിണ്ടണില്ല. നമുക്കുള്ള ഏറ്റവും വലിയ ഭയം ഏതാ? മണികണ്ഠപുരത്തുകാരൻ ഞങ്ങൾ അങ്ങനെ ഒന്നിനെയും ഭയക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല. അങ്ങനെ പേടിപ്പിക്കാൻ നോക്കുകയും വേണ്ട. നമുക്കൊക്കെ ഭയമുണ്ട്. എന്ത് ഭയം? മരണഭയം. അതുകൊണ്ടാണ് സന്ധ്യക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു നിഴലിൽ ഒരു കയറ് ചുറ്റിക്കിടന്ന അയ്യോ പാമ്പ് എന്ന് പറഞ്ഞ് ചാടുന്നത്. അതിനാ പാമ്പിനെ പേടിച്ചിട്ടാണോ? അല്ല, പാമ്പ് കടിച്ചാൽ ഞാൻ മരിച്ചു പോകുന്നുള്ള ഭയമുണ്ട്. ഉള്ളിൽ ഭയമുള്ളവൻ എപ്പോഴും ആശങ്കയുണ്ടാവും. ഭയമില്ലാത്തവനൊരു ആശങ്കയില്ല. എന്താ കാരണം? ഭഗവാനിൽ ഉറപ്പുണ്ടെങ്കിൽ ഭയം ഉണ്ടാവില്ല. ഭഗവാനിൽ ഉറപ്പില്ലാതിരിക്കുന്നിടത്തോളം കാലം ഭയമുണ്ടാവും. മരണം എന്നത് ഏത് നിമിഷവും വന്നു പോകുന്ന സാധനമാണെന്നുള്ളത് ഉറപ്പ് നമുക്കുണ്ടാവണം. ഞാൻ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും ആര് കൂടെ വരും? ആ മരണം വന്നു പൊരുകും ഇല്ലേ? അത് ഏത് പ്രായത്തില്ല, എപ്പോഴാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ചിലത് അകത്ത് കടന്നു പോവും, ചിലത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഉടനെ പോവും, ചിലത് കുറച്ചു കാലം ഇവിടെ നിൽക്കും, ചിലത് ദീർഘകാലം നിലനിൽക്കും. അത് അവനവന്റെ പൂർവ്വജന്മാർജിതമായ കർമ്മം അനുസരിച്ചുകൊണ്ട് വന്ന് നിന്ന് അനുഭവിക്കാനുള്ളത് അനുഭവിച്ചു കഴിയുമ്പോൾ മരണം പൊരുവും. ഭയന്നിട്ട് വല്ല കാര്യമുണ്ടോ? ആ ഭയം ഒഴിവാക്കാനാണ് നമ്മൾ ബർത്ത് ഡേ ആഘോഷിക്കുന്നത്. ആഘോഷിക്കാറില്ലേ? ഷഷ്ടി, പൂർത്തി, സപ്തതി, നവതി, ശതാഭിഷേകം. എല്ലാ വർഷവും കേക്ക് മുറിക്കത്തില്ലേ? എന്തിനാ? നമ്മൾ നമ്മളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ, ഞാൻ മരിക്കുന്നതല്ല, ഞാനിവിടെ ജീവിക്കുകയാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മളിവിടെ ജീവിക്കുകയാണോ മരിക്കുകയാണോ എന്ന് കഴിഞ്ഞ ദിവസം ചോദിച്ചപ്പോൾ എല്ലാവരും ജീവിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം. നമ്മുടെ തോന്നലാണ് നമ്മളിവിടെ ജീവിക്കുക. നമ്മൾ ജീവിക്കല്ല, മരിച്ചോണ്ടിരിക്കുക. ഓരോ സെക്കൻഡിലും മരിച്ചോണ്ടിരിക്കുക. ഇന്ന് രാത്രി കിടന്നിട്ട് രാവിലെ എഴുന്നേറ്റില്ലേ സന്തോഷം. ആശങ്കയില്ലാതെ ഭയമില്ലാതെ പോകാൻ കഴിയണം. നമുക്ക് ആ ശങ്കയുണ്ട്, അമിതമായ ഭയമുണ്ട്. അതുകൊണ്ടാണ് മരണം വന്ന് പുലുകിയാലും പോവാൻ മടി, കിടന്ന് പിടയ്ക്കണത്. അതുകൊണ്ടാണ്, ആ ഭയമുള്ളത് കൊണ്ടാണ്, ആശങ്കയുള്ളത് കൊണ്ടാണ്. സുഖമായി മരിക്കാൻ കഴിയണം. അനായാസേന മരണം. ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യം അതേ ഉള്ളൂ. അനായാസേന മരണം വിനാ ദൈനേന ജീവിതം. ജീവിച്ചിരിക്കുമ്പോൾ ദീനത കൂടാതെ ജീവിച്ചിരിക്കാനും, മരണം വരുമ്പോ അനായാസമായിട്ട് ഈ ദേഹത്തു നിന്ന് ദേഹി വിട്ടുപോകാനും കഴിയണേ നാരായണ. അതിനുവേണ്ടി നിന്നിൽ അചഞ്ചലമായിരിക്കുന്ന ഭക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുക. വേറൊന്നും ആവശ്യപ്പെടരുത്. പിടികിട്ടിയോ? എന്തായാലും ആർത്തനായിട്ട് വിളിച്ച ഗജേന്ദ്രന്റെ മുൻപിലേക്ക് ഭഗവാൻ ഗരുഡോവരി എത്തി. വേഗം തന്നെ ഗജശ്രേഷ്ഠനെ പിടിച്ച് മുകളിലേക്ക് കയറ്റി ആദ്യം അദ്ദേഹത്തിന്റെ കാലിൽ ഉണ്ടായിരുന്ന നക്രത്തെ നിഗ്രഹിച്ചു. തന്റെ സുദർശനം കൊണ്ട് നക്രത്തെ നിഗ്രഹിച്ചു. നക്രം നക്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മുതല. മുതല മുതല ആദ്യം കാലെ പിടിച്ചവനെ റെഡിയാക്കിയിട്ട് ഭഗവാൻ പറയണു, തന്റെ ഭക്തന്റെ പാദത്തിൽ പിടിച്ചാൽ പോലും അവനെ രക്ഷിക്കും. വൃത്രാസുരൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഭഗവാനെ നിന്റെ ഭക്തന്റെ ദാസാനുദാസനെങ്കിലും ആകാനുള്ള യോഗമുണ്ടായ സന്തോഷം. ഭക്തന്റെ ദാസാനുദാസൻ, ഭക്തന്റെ ദാസനല്ല, അവന്റെ ദാസനായിട്ടൊരു ജന്മം കിട്ടിയാൽ അതിൽ പരമൊരു പുണ്യം വേറെ ഇല്ലയാണ്.
ഉദ്ധവര് ചെന്ന് ഗോപികമാരെ കണ്ടു കഴിയുമ്പോൾ പറയും, ഭഗവാനെ, ഈ ഗോപികമാരുടെ പാദം പതിയുന്നിടത്തെ ധൂളിയാവാനെങ്കിലും ഒരു പുണ്യം തന്നാൽ അത് മതി എനിക്കെന്ന്. എല്ലാരും നേരത്തെയാണല്ലോ പോകുന്നത്. ഒരു വശത്തൊന്ന് പൊഴിയാൻ തുടങ്ങിയ പിന്നെ എല്ലാ വശത്തൊന്നും ഒന്ന് പൊഴിയാൻ തുടങ്ങി. പോട്ടെ വണ്ടി, ഡബിൾ ബെല്ലടിച്ചു വിടലപ്പം. അതുകൊണ്ട് ഇതിനർത്ഥം എന്താ അറിയാമോ? എടാ വേഗം നിർത്തിക്കോ, അല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കൂല. അപ്പോ അത് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? ഈ ഗജശ്രേഷ്ഠനെയും ഭഗവാൻ അനുഗ്രഹിച്ചു വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് കഥ. എന്തുകൊണ്ടാണ് നക്കരത്തെ നിഗ്രഹിച്ചത്? സുദർശനങ്ങൾ. നമ്മളെയൊക്കെ പിടിച്ചിരിക്കണ ഒരു മുതലയുണ്ട്. ഈ മുതലയാണ് നമ്മളെ ദിവസവും ഇട്ട് കുഴപ്പിക്കണേ. ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു, ഒരുങ്ങിയത്. അപ്പോഴാണ് ചില മുതൽ നമ്മുടെ വീട്ടിലോട്ട് വരും, വർത്തമാനവും പറഞ്ഞെങ്കിരിക്കും. അവസാനം ഇവിടുത്തെ എല്ലാം കഴിയുമ്പോഴായിരിക്കും ആ മുതല പോണത്. അതും ഒരു മുതലയാ. എന്താ കാരണം? കർമ്മബന്ധം, കർമ്മഗ്രാഹം എന്ന് പറയും. കർമ്മബന്ധം അത് നമ്മളെ ഇട്ടിങ്ങനെ ഇടിക്കും. ആ കർമ്മബന്ധം തീരണ എന്ത് വേണം? നാരായണനെ ഭജിക്കുമ്പോ അല്ലെ ഈശ്വര ഭജനം നടത്തി കഴിയുമ്പോ അതിൽ നിന്ന് കിട്ടുന്ന സുദർശനം ഉണ്ടാവണം. നല്ല കാഴ്ചപ്പാട്, മായയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന അവസ്ഥ. ആ സുദർശനം ഉണ്ടായെങ്കിൽ മാത്രമേ ഈശ്വരപ്രാപ്തി സാധ്യമാവുകയുള്ളൂ. എപ്പോഴേ ആ മായ വേറിട്ട് മാറുമോ? താൻ സർവസ്വവും നഷ്ടപ്പെട്ടവനായി ഇനി ഈശ്വരൻ മാത്രമേ ഉള്ളൂ കാരുണ്യം, ഈശ്വരൻ മാത്രമേ രക്ഷിക്കാനുള്ളൂ എന്ന ബോധതലം, അഹങ്കാരം നശിക്കണം. നമ്മളൊക്കെ ഇപ്പൊ ഇങ്ങനെ നടക്കുന്നവരാ അല്ലേ? തല മുക്കിയല്ലേ നമ്മൾ നടക്കണേ? ആണോ അല്ലേ? നമ്മളെ ഉയർത്തിപ്പിടിച്ച് എന്നെ വെല്ലാൻ ആരാടാ ഉള്ളതെന്നാ ഒന്ന് കണ്ടേച്ചു എന്നെ ബാക്കി കാര്യമെന്ന്. നമ്മൾ എവിടെ ചെന്നാലും ഭഗവാന്റെ മുമ്പിൽ ചെന്നാലും നമ്മൾ എങ്ങനെ നിൽക്കും? അല്ലേ? നെഞ്ചും വിരിച്ച് തലയെ ഉയർത്തിപ്പിടിച്ച് നിൽക്കും. നമ്മുടെ ശിരന്ന് ഉരിയുമോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അഹംഭാവം നശിക്കണം. ഇവിടെ ഗജേന്ദ്രൻ എന്താണ്? തന്റെ ശരീരത്തിലുള്ള വലിപ്പം. നമ്മളും അങ്ങനെ വലിപ്പം ഇച്ചിരി കൂടി. എന്തിന്റെ? അഹങ്കാരത്തിന്റെ. അതുകൊണ്ട് അഹങ്കാരം നശിക്കാത്തടത്തോളം കാലം ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവില്ല. അതിന് ജ്ഞാനമാകുന്ന സുദർശനം ഉണ്ടാവും. ആ ദർശനം കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് എന്താ പറയുക, ഭഗവത് സാക്ഷാത്കാരം ഉണ്ടാവുക. അപ്പൊ നമ്മളോട് പറയുന്നു, നമ്മളും ആരെ പോലെ ആയിരിക്കണം? ഗജേന്ദ്രനെ പോലെ ആയിരിക്കണം. എല്ലാം നഷ്ടപ്പെട്ടവനായി കണ്ടുകൊണ്ട് ഇതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. ഈ സ്വത്തും ബന്ധുവും പൊസിഷനും ഒന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോണതാണെന്നുള്ള തിരിച്ചറിവോടുകൂടി പരമമായി ശാശ്വതമായി നിൽക്കുന്നത് സാക്ഷാൽ നാരായണൻ മാത്രമേ ഉള്ളൂ, അല്ലെ ഈശ്വരൻ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ ഇഹത്തിലും പരത്തിലും തൻ്റെ കൂടെ ഉണ്ടാവൂ എന്ന ബോധത്തെ ഉറപ്പിച്ചുകൊണ്ട് എപ്പോഴാണോ നമ്രശിരസ്കരായിട്ട് ഭഗവാനിലേക്ക് ചെല്ലുക, അഹങ്കാരമെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എപ്പോഴാണോ ഭഗവാനിലേക്ക് ചെല്ലുക, അപ്പോൾ മാത്രമേ ഈ നക്രം വിട്ടുമാറൂ. കർമ്മ ആകുന്ന മുതല. നമ്മൾ രാവിലെ ഗന്ധനമസ്കാരത്തിനായി പ്രാർത്ഥിക്കും, കർമ്മഗ്രാഹഗ്രഹീതാംഗം മാം ഉദ്ധര ഭവാർണവാന്. ഈ കർമ്മമാകുന്ന മുതല എന്നെ പിടിവിടണം. ചില ബുദ്ധിമുട്ടാണ്. കാരണം ചെയ്യുന്ന ഓരോന്നിലും എൻ്റേത് ഞാന്, എൻ്റേത് ഞാന്, എൻ്റേത് ഞാനെന്ന് പറഞ്ഞിരിക്കുക അല്ലേ? അമ്പലങ്ങളിലുള്ള വിളക്കൊക്കെ എടുത്ത് നോക്കിയാൽ അറിയാം എത്ര എൻ്റെയും ഞാനും ഉണ്ടെന്ന്. ഇത്രയും ഒരു വിളക്ക് മേടിച്ചു കൊടുത്താൽ ആദ്യം ചെയ്യുന്ന വഴി എന്താ? കടയിൽ നിന്നുകൊണ്ട് എന്തോ ചെയ്യും? ഇതൊക്കെ ചെയ്തിട്ടില്ലേ? എന്താ ചെയ്യുക? പേരും വീട്ടുപേരും ഫോൺ നമ്പറും പോസ്റ്റ് ഓഫീസും പിൻകോഡ് ഉൾപ്പെടെ എഴുതി വെച്ചിട്ടാണ് എവിടെ കൊണ്ട് കൊടുക്കുന്നത്? ഭഗവാന്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കുക. എന്നിട്ട് അന്നത്തെ ദിവസം ഞെളിഞ്ഞൊരു നിപ്പ് നിൽക്കും. ഇതിനാ ദീപാരാധന കാണാൻ. എന്താ കാരണം? 10 പേരെ കാണിക്കണം, എൻ്റെ വിളക്ക് അവിടെ കൊടുക്കുന്നു. അതുവരെ നിൽക്കാത്ത പാർട്ടിയെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും വരുന്നവർ ചോദിക്കും, എന്താ ഇന്ന് ദീപാരാധന വിടാൻ ഇറങ്ങി? അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഒരു വിളക്ക് കൊടുക്കാനുണ്ടായിരുന്നു, വിളക്ക് കൊടുക്കാൻ വന്നതാ. എന്നിട്ട് എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? ഭൂതക്കണ്ണാടി വെച്ച് നോക്കണം വിളക്ക് അതിനിടയിലുണ്ടോ. അത്രയ്ക്ക് വലിപ്പമാ. അത് റൗണ്ട് മുഴുവൻ പേര് പറഞ്ഞു. ചില അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ കാണാം ഓരോ തൂണയിലും കാണും ഓരോ പേര്.
എനിക്ക് ഇത് കഥ പറയാനുണ്ട്, അതുകൂടെ പറഞ്ഞു നമുക്ക് എത്താം. പണ്ട് ഈ ശിവക്ഷേത്രമാണ്. ഇപ്പൊ തിരുമേനി നടയൊക്കെ അടച്ചു പോയി കഴിഞ്ഞപ്പം പാർവതിയും പരമേശ്വരനും ഗണപതിയും മുരുകനും 4 പേരോട് മുറ്റത്തൊന്ന് കളി. പിള്ളേർ മുറ്റത്തൊന്ന് എത്ര നേരമായി രാവിലെ പോലെ കുറ്റി അടിച്ചിട്ട് ഇരിക്കുമല്ലോ അതിനകത്ത്. നടുവൊന്നൊന്ന് ഓർക്കാൻ വേണ്ടി മക്കളും അച്ഛനും അമ്മയും കൂടെ ഇറങ്ങിയതാണ്. ഈ പിള്ളേർ രണ്ടും ഒരു ശകലം വികൃതി പാർട്ടീസാ. ഒരുമാതിരി ഒന്നും അടങ്ങിയിരിക്കുന്ന സൈസല്ല. വടിയെടുത്താലൊന്നും പറ്റൂല, തോട്ടിയിട്ട് പിടിച്ചാലൊന്നും നിൽക്കത്തില്ല. ഇങ്ങനത്തെ ഇതാണ്. അപ്പം മുരുകനിങ്ങനെ നോക്കിയപ്പോൾ അവിടെ പൊന്നും കൂടി മരവാ. ചാടി ഒരു ഒറ്റ കേട്ടം മണ്ടക്കോട്ട് വേലയെ കുത്തി. ഇത് കണ്ട പാർവതി പറഞ്ഞു, എങ്ങടാ താഴെ, അത് നിന്റെ അച്ഛന്റെ വകയല്ലെന്ന്. അപ്പൊ മണ്ടയ്ക്ക് ഇരുന്നുകൊണ്ട് അമ്മയെ നോക്കിയിട്ട് ചോദിച്ചു, എല്ലാരും പറയുന്നത് എല്ലാ അച്ഛന്റെ വക അച്ഛനെ, എന്നിട്ട് അമ്മ പറയുന്നത് ഇത് അച്ഛന്റെ വകയല്ലെന്ന്. ഇതെന്തൊരു ഇടപാടാ, ഞങ്ങളുടെ അച്ഛന്റെ മുതലേ കയറിയാൽ എന്നാ കുഴപ്പമൊന്നും. അപ്പൊ എടാ നിന്റെ അച്ഛന്റെ വക അല്ലാത്തതുകൊണ്ടാ, ഇറങ്ങിടാ താഴെ എന്ന് പറഞ്ഞു. താഴെ ഇറങ്ങി നോക്കടാ അതിന്റെ മൂട്ടിലോട്ടെന്ന് പറഞ്ഞു. ഏതിന്റെ? കൊടിമരത്തിന്റെ. നോക്കിയപ്പോ വെണ്ടയ്ക്ക അക്ഷരത്തില് ആരുടെ പേരുണ്ട്? അത് സ്പോൺസറുടെ പേരുണ്ട്. അപ്പോഴാ മഹാദേവനെ നോക്കുന്നത്, ഇവിടെ ഇവള് പറഞ്ഞത് ശരിയാണല്ലോ, ഇത് എന്റെ അല്ലല്ലോ സാധനം. അപ്പൊ ഗണപതി തിടപ്പള്ളിക്കകത്ത് വലിയ വാർപ്പിനകത്ത് കയറിയത് വട്ടം കറങ്ങി കളിക്കുക. അപ്പൊ ഗണപതിയോട് പറഞ്ഞ് ഇറങ്ങടാ വെളിയിലെന്ന്, നിന്റെ അച്ഛന്റെ വകയല്ല, ഇറങ്ങടാ പുറത്തുനിന്ന്. ഈ അമ്മയ്ക്ക് എന്തോന്നാ, ഞാൻ എപ്പോ അങ്ങോട്ട് കയറിയാലും ഉടനെ ഇറങ്ങണം, അത് എന്നാ ഇടപാട്, എന്നാ ഒന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വാർപ്പ് വെക്ക് നോക്കിയപ്പം അതിനകത്തുണ്ട് അതിന്റെ ചുറ്റിനും പേരും ഫോൺ നമ്പറും ഫുൾ അഡ്രസ്സും ആയിട്ട്. സത്യത്തിൽ ഞാൻ ചിലപ്പോ ഇരുന്ന് ആലോചിക്കട്ടെ, ഈ ഭഗവാന്മാരൊക്കെ തല കുത്തിക്കിടന്ന് ചിരിക്കുന്നുണ്ടാവും ചില നേരത്ത്. എന്താ അറിയോ, നമ്മുടെ ഗമ കാണിക്കാനായിട്ട് പറയുന്നത് ഫുൾ അഡ്രസ്സൊക്കെ എഴുതി അങ്ങോട്ട് വെക്കുമ്പോഴേ അന്നത്തെ കേരളത്തിൽ ചില പ്രസിഡന്റുമാർ പറയും, സ്വാമി ഈ മുൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞ സഭയുണ്ട്. അപ്പൊ അവരെന്തിനു പറയും, ഞാനിപ്പോ കുറെ അകന്ന് നിൽക്കുവാ സ്വാമി, ഇവന്മാരാണ് അത്ര ശരിയല്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ഒതുങ്ങി. ഞാൻ ഇരുന്ന കാലത്ത് ഉണ്ടാക്കിയതായത് മുഴുവൻ. ഞാൻ എന്തായാലും ചിന്തിക്കുക, ഇങ്ങേർക്ക് എന്തോ പറയാൻ അധികാരം ഞാനിരുന്ന കാലത്തുണ്ടാക്കിയ. അങ്ങയുടെ കുടുംബത്തുനിന്ന് 10 പൈസ കൊണ്ട് കൊടുത്തുണ്ടാക്കിയതല്ല, നാട്ടുകാർ കൊടുത്ത കാശിന് ഉണ്ടാക്കി വെച്ചതാ. എന്നിട്ട് പറയുന്നത് എന്റെ മിടുക്കാന്ന്. നാട്ടുകാർ കാശ് കൊടുത്തില്ല, നിന്റെ മിടുക്ക് എവിടെ പോകും? നമ്മളിങ്ങനെ എല്ലാത്തിലും അവകാശവാദം ഉന്നയിക്കാൻ നമ്മൾ മിടുക്കല. എന്തോ കൊണ്ട് വെച്ചാൽ ഉടനെ ഇത് എന്റെ വക, ഞാൻ നിന്നപ്പോ ഉള്ളതാ. ഇടാ, അത് നിനക്ക് ഈശ്വരൻ കൽപ്പിച്ചു തന്ന ഒരു നിയോഗമാണ്. നീ നിൽക്കുമ്പോൾ അത് ചെയ്യാൻ, അത് ഈശ്വരന്റെ അനുഗ്രഹമായിട്ട് കാണണം. അതിൽ അഭിമാനിക്കല്ല വേണ്ടത്. അതിൽ അഭിമാനമുള്ള നിനക്കൊരു അവകാശവും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അതിനകത്ത് നിന്ന് വല്ലതും മുക്കിയിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മം അരടയായിട്ട് നടക്കണം. ഇപ്പൊ ദേവന്റെ മുതൽ തൊട്ടവനൊക്കെ അടുത്ത ജന്മം അരണയാ, മന്ദബുദ്ധിയായിട്ട് നടക്കും, ഒരു ബോധവും ഇല്ലാതെ. അങ്ങോട്ട് പോകുന്ന കാണാൻ തിരിച്ചു, അതുപോലെ തന്നെ തിരിച്ചു പോരും. എന്തിനാ പോയെന്ന് ബോധമില്ലാതെ വരും. മനസ്സിലായില്ലേ? ബ്രാഹ്മണന്റെ മുതൽ മോഷ്ടിച്ചാൽ ഓന്തായിട്ട് ജനിക്കും. അതുകൊണ്ട് ബ്രഹ്മസ്വവും ദേവസ്വവും തൊട്ടുപോകരുത്. സ്വാമി ഞങ്ങളൊന്നും മോഷ്ടിച്ചിട്ടില്ല. ആര് പറഞ്ഞു? 5000 കൊടുക്കാമെന്ന് മനസ്സ് വിചാരിച്ചു 500 കൊണ്ട് കൊടുത്താൽ 4500 മോഷ്ടിച്ചു. മുതൽ അടിച്ചോണ്ട് പോകല് മാത്രമല്ല, സപ്താഹമാ 5000 രൂപ കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പോഴാ നോട്ടീസ് നോക്കി, എല്ലാ ദിവസവും അന്നദാന സ്പോൺസർ ഉണ്ട്, അരി സ്പോൺസർ ഉണ്ട്, എണ്ണ സ്പോൺസർ ഉണ്ട്, പൂജ സ്പോൺസർ ഉണ്ട്, ആചാര്യന്മാരുടെ ദക്ഷിണ സ്പോൺസർ ഉണ്ട്. പിന്നെന്തിനാ 5000 കൊടുക്കണ്ടേ? അവസാനം സപ്താഹം തീർന്നു, 3 ആഴ്ച കഴിയുമ്പോൾ കൊണ്ട് 500 രൂപ കൊടുക്കും. അപ്പൊ 4500 മോഷ്ടിച്ചു. ഭഗവാൻ തന്നെ പറയും, ബ്രഹ്മസ്വം വിഷങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ വിഷമാണ് ബ്രഹ്മസ്വം അടിച്ചു മാറ്റിയാലെന്ന. വിഷം കുടിച്ചാൽ ഇത്രയും നീറത്തില്ല. ബ്രഹ്മസ്വം പറഞ്ഞാൽ ബ്രാഹ്മണന് കൊടുക്കുന്ന മുതലല്ലേ, ബ്രാഹ്മണന് അർഹതപ്പെട്ട മുതൽ കൊടുക്കാതിരുന്നാൽ അത് ബ്രഹ്മസ്വം മോഷ്ടിക്കുന്നത്. ബ്രാഹ്മണൻ പറഞ്ഞാൽ പൂണൂരിട്ടെന്ന് തന്നെ അല്ല അർത്ഥം. ഈശ്വരീയമായ കർമ്മങ്ങൾ ചെയ്യുകയും ആ ഈശ്വരീയമായ കർമ്മങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നവൻ ബ്രാഹ്മണനാണ്. ബ്രഹ്മജ്ഞാനി
ആയിട്ടുള്ളവൻ എന്ന് വിശേഷിപ്പിക്കും. അതല്ലെങ്കിൽ തനിക്കുള്ള അറിവുകളെ മറ്റുള്ളവർക്ക് ബൃഹത്തായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവനും ബ്രാഹ്മണന്. അവൻ്റെയൊക്കെ മുതൽ മോട്ടിച്ചാൽ അല്ലെ കൊടുക്കേണ്ടത് അർഹമായത് കൊടുക്കാതിരുന്നാൽ ബ്രഹ്മസ്വം മോഷ്ടിച്ചതിന് തുല്യമാകും. ഒരു പരിഹാരവും ഇല്ല. ഞാനൊക്കെ ചിലപ്പോൾ വീട്ടിൽ കിടന്ന് തല കുത്തി കിടന്ന് ചിരിക്കും. ഇങ്ങനെ ആലോചിച്ചിട്ട് ചിരിക്കും. ഇടയ്ക്ക് ഭാര്യയ്ക്ക് നിങ്ങൾ എന്താ മനുഷ്യനെ സമാധാനം കഴിഞ്ഞ് ചിരിക്കുന്നത്? ഞാൻ പറയടി എന്നെ പറ്റിച്ചത് ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു പറയും. ഇവനൊക്കെ എത്ര ജന്മം എത്ര സമ്മത്സരം ഒന്നായിട്ട് കിടന്നാൽ പറ്റും? അവിടെ കിടക്കുമ്പോഴാലോചിക്കുന്നത്, എടാ അന്ന് തൃക്കൊടുത്താന്ന് വിശാലം ഇത്രയൊക്കെ ഞാൻ പറ്റിച്ചതാ, അതിൻ്റെ ആ 10,000 സമ്മത്സരം നീ കിടക്കുന്നു. അതുകൊണ്ട് പിന്നെ പണ്ട് ഒരു സ്വാമി ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഇദ്ദേഹം അന്നക്കത്തെ കാലത്ത് ഒരു ദിവസം പാരായണത്തിന് പോയാൽ കിട്ടുന്നത് 50 പൈസ 25 പൈസയൊക്കെയാ. അപ്പോ പോയിട്ട് വന്നപ്പം പുള്ളി ആകപ്പാടെ ശിഷ്യൻ മളാനമായിട്ട് വരുന്നു. അപ്പൊ ഗുരു ചോദിച്ചു, എന്താടാ ആകപ്പാടെ ഒരു സങ്കടമാണല്ലോ, കാര്യമായിട്ടൊന്നും കിട്ടിയില്ലല്ലേ? ഇല്ല സ്വാമി, 25 പൈസ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഊണും അത്രയ്ക്ക് അങ്ങോട്ട് പോരായിരുന്നു. അപ്പൊ നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം പോയിട്ട് പുള്ളി ആഹ്ലാദിച്ചു വന്നു. ചോദിച്ചു, എന്താടാ ഇന്ന് കാര്യമായിട്ട് തടഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ? 50 പൈസയും കിട്ടി, സൂപ്പർ ആഹാരമായി. കാരണം അന്ന് ആഹാരമൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന വലിയ പാടാ. അപ്പൊ നല്ല സുഭിക്ഷമായ ആഹാരവും കിട്ടി, 50 പൈസയും കിട്ടി എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പൊ അപ്പൊ അവര് രക്ഷപ്പെട്ടു. മനസ്സിലായില്ല? ഇവൻ 50 പൈസ കൊടുത്തവൻ രക്ഷപ്പെട്ടു, 25 പൈസ കൊടുത്തപ്പം മേടിച്ചവൻ രക്ഷപ്പെട്ടു. എന്താ വ്യത്യാസം? അത് ആലോചിച്ചിട്ട് നാളെ വന്ന് പറഞ്ഞാൽ മതി. മനസ്സിലായി? ഇന്ന് രാത്രി പോയി കിടന്ന ഉണ്ടച്ച് ഒന്ന് പിടിക്കാതെ ഒന്ന് പോയി കിടന്ന് ആലോചിക്കുക, എന്തോ അങ്ങേര് പറഞ്ഞതിന്റെ പൊരുളെന്ന് ആലോചിച്ചിട്ട് നാളെ വന്ന് പറയാം. കൃത്യമായ ഉത്തരം പറയുന്ന ആളിന് 100 രൂപ സമ്മാനമുണ്ട്. ആദ്യം വന്ന് പറയുന്ന ആളിന് അത് ഗ്യാരണ്ടി. ഇതിന്റെ ഉത്തരം കൃത്യമായിട്ട് ആലോചിച്ചിട്ട് നാളെ വന്ന് ആദ്യം പറയുന്ന ആളിന് 100 രൂപ സമ്മാനം. പിടികിട്ടിയോ? ആലോചിച്ചിട്ടൊന്ന് പറ. 100 അത്രയാട്ട്. അതുകൊണ്ട് ഇതൊക്കെ ചിന്തിച്ച് വേണം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് നമ്മൾ കടന്നു പോവാൻ. അപ്പൊ ഗജേന്ദ്രനെ കണ്ടുപിടിക്കുക. ഇതൊന്നും എന്റേതല്ലെന്ന ബോധത്തോടെ സർവവും ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ച് ആർത്തനായിട്ട് ഭഗവത് ദാസനായിട്ട് ഭക്തനായിട്ടല്ല ദാസനായിട്ട് കഴിയാൻ ശ്രമിക്കുക. അതിന് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ